തൃശൂരിലെ ബി.ജെ.പിയിലും ഫണ്ട് വെട്ടിപ്പ് വിവാദം. 17 ചാക്കുകളിലായി പണം എത്തിയെന്ന ബി.ജെ.പി മുൻ ഓഫീസ് സെക്രട്ടറി അക്ഷയ് 25 കോടിയുടെ കള്ളപ്പണം എത്തി ഇടപാട് അറിഞ്ഞതോടെ തന്നെ പുറത്താക്കി. CCTV ഓഫ് ചെയ്യാൻ പറഞ്ഞതായും അക്ഷയ് വെളിപ്പെടുത്തി. പ്രതികരണത്തിലേക്ക്. ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. CCTV ഓഫ് ചെയ്യാനായിട്ട് എന്നോട് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് സുജയ് സേൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്നതിന് ശേഷം എനിക്ക് CCTVയുടെ പോയിട്ട് അവിടെയുള്ള ഈ എന്താ പറയുക ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയമാകുമ്പോൾ ഒന്ന് മാറി നിന്നാൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും കാരണം പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായതുകൊണ്ട് ഞാൻ ഇനി അവിടെ തുടരുന്നത് അവർക്ക് ആപത്ത് എന്നുള്ളൊരു ആലോചനയിലായിരിക്കാൻ മാറ്റിയതെന്നാണ് ഞാൻ മനസ്സിലായത്. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച വാർത്ത വ്യാജമെന്ന ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ വിശദീകരണം. സ്വഭാവ ദൂഷ്യത്തെ തുടർന്നാണ് അക്ഷയെ പുറത്താക്കിയത്. നിയമ നടപടി സ്വീകരിക്കുമെന്നും ജസ്റ്റിൻ പറഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന ആരോപണമാണ് പുറത്തുവന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. വിഷയത്തെ ഗൗരവപൂർണമായ അന്വേഷണത്തിന് വിധേയമാക്കണം. സത്യം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. BJPയുടെ ഓഫീസ് സെക്രട്ടറിമാർ പറയുമ്പോൾ സത്യത്തിൽ അവരാണല്ലോ ഈ കാര്യങ്ങളെല്ലാം കാണുകയും പലപ്പോഴും അത്തരം കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുള്ളത്. അവർ പറയുന്ന കാര്യം അതാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. വേറെ ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ ഉന്നയിക്കുന്ന ആരോപണമല്ല. നേരിൽ കണ്ടവർ പരസ്യമായിട്ട് പറയുമ്പോൾ അത് ഒരു തവണയല്ല, രണ്ടാം തവണയാണ് ഇത് പുറത്തു വരുന്നത് എന്നുള്ളത് ഗൗരവപ്പെട്ട കാര്യമാണ്. തീർച്ചയായും അന്വേഷണം വേണം. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ. ഇതേക്കുറിച്ച് അന്വേഷിക്കാനുള്ള ധൈര്യം, ആർജവം നിങ്ങൾക്കുണ്ടോ? വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഗൗരവപൂർണമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലിപ്പോൾ ആരാണ് കള്ളം പറയുന്നത് എന്ന് നമുക്കറിയില്ല. ഈ പറയുന്നതുപോലെ ഇതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പക്ഷേ അത് സംഭവിക്കുമോ എന്നറിയില്ല. കൊടകര അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നിലവിൽ ഇവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ, വിശദീകരണം. സംസ്ഥാന വ്യാപകമായി BJP തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വെളിപ്പെടുത്തലുകളും പരാതികളും ഉണ്ടായിട്ടുണ്ട്. അതിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലും പുതിയ വെളിപ്പെടുത്തലുമായി ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന P. അക്ഷയ് നടത്തിയിരിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി വൻതോതിൽ ഫണ്ട് എത്തിയെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ബാക്കിയായ തുക അത് ഏകദേശം 25 കോടിയോളം രൂപ 17 ചാക്കുകളായി ഓഫീസിൽ സൂക്ഷിച്ചിരുന്നുവെന്നും ഇത് പേരിന് 1 കോടി രൂപ എന്നുള്ള നിലയിൽ ഒരു ചാക്കിലെ തുക മാത്രം തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയിൽ അത് കൊടുത്തയച്ചുവെന്നും ബാക്കി ശേഷം സൂക്ഷിച്ചതും പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും അവിടെ നിന്നും നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അക്ഷയ് പറയുന്നത്. ഏകദേശ കണക്ക് എന്നുള്ള നിലയിലാണ് താൻ ഈ കാര്യങ്ങൾ 25 കോടി രൂപയും 17 ചാക്കുകളെ കുറിച്ചും പറയുന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ അനീഷ് കുമാർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത്. ജില്ലാ ട്രഷറർ തുടങ്ങിയ ആളുകൾ നേരിട്ട് ഈ പണം മാറ്റുന്നതിനായി ഇടപെട്ടു. ഓഫീസിൽ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറകൾ ഓഫ് ചെയ്യാൻ തന്നോട് ജില്ലാ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു. അതിന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് ഈ പണം മാറ്റിയതിനു ശേഷം CCTVയുടെ DVR അടക്കം മൊത്തത്തിൽ മാറ്റിക്കൊണ്ടാണ് ഇവർ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തിയത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. തന്റെ ജീവന് ആപത്ത് നേരിട്ടാൽ അതിന് ഉത്തരവാദികൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ അടക്കമുള്ള ചില നേതാക്കളാണ് എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന അക്ഷയ് പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ തിരൂർ സതീഷ് മുൻ ഓഫീസ് സെക്രട്ടറി 2021 കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷും അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് സംസാരിച്ചിരുന്നു. കൊള്ള നടത്തുന്നവരെ പ്രൊമോട്ട് ചെയ്യുന്ന നടപടിയാണ് BJPയിൽ ഉണ്ടാകുന്നത്. KK അനീഷ് കുമാർ 9 കോടിയുടെ കൊള്ള താൻ വെളിപ്പെടുത്തിയ സമയത്ത് ജില്ലാ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ 25 കോടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷനായി മാറിയിരിക്കുന്നു. താൻ പറഞ്ഞ ആരോപണങ്ങളല്ല, അത് വസ്തുതയാണ് എന്നുള്ള കാര്യം പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയില്ല. അതിലൊരു അന്വേഷണവും നടന്നില്ല എന്നുള്ളത് തന്നെയാണ് തിരൂർ സതീഷും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് പറഞ്ഞിരുന്നു. ഞെട്ടിപ്പിക്കുന്ന ആരോപണമാണ് BJPയുടെ ഈ ഓഫീസ് സെക്രട്ടറിമാരായിട്ടുള്ള ആളുകൾ പല കാലഘട്ടങ്ങളിലായി നടത്തിയത്. പുതിയ വെളിപ്പെടുത്തലവും BJPയുടെ ഓഫീസ് സെക്രട്ടറിയുടെ ആരോപണത്തിലും കൃത്യമായ അന്വേഷണം വേണം. തങ്ങളെ വ്യാജ കേസിൽ കുടുക്കിയവരാണ് BJPക്കാർ. കേന്ദ്ര ഏജൻസികളെ
CPIM വെല്ലുവിളിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്താൻ അവർ തയ്യാറാകുമോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് അബ്ദുൽ ഖാദർ ചോദിക്കുന്നത്. അതായത് BJPയെ സംബന്ധിച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ജസ്റ്റിൻ ജേക്കബ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ജില്ലാ അധ്യക്ഷൻ പറയുന്നത് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച അക്ഷയ് എന്ന് പറയുന്ന ആൾ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണ് എന്നുള്ളൊരു വിശദീകരണമാണ്. ശരി, ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.